മലയാളി മക്കളെ വണക്കം. വീട്ടിലെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. എന്നാൽ ഫാമിലി എൻട്രി ചെയ്തപ്പോൾ അവർക്ക് നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിനനുസരിച്ചാണോ ഇനി കളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ വിജയ് സേതുപതി സാറിൻ്റെ എൻട്രി. അതേപോലെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നപ്പം എല്ലാവരും കുട്ടികളെ പോലെയായിരുന്നു. കരയുന്നത് വരെ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. എനിവേ ഫ്രൈഡേത്തെ എപ്പിസോഡ് കാണാം എന്ന് പറയുന്നുണ്ട്. അൻഷിതയും വിശാലും കൂടെ ഗാർഡൻ ഏരിയയിൽ നടന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ അൻഷിതയ്ക്ക് ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് സിൻഡി ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. രചനയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ പറയുന്നത്. പിന്നീട് പോയിട്ട് അരുണും അൻഷിതയും കൂടെ എന്തോ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നുണ്ട്. ഓക്കെ ചേച്ചി എന്നൊക്കെ അരുണും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഒരു ഗെയിമാണ് നമ്മുടെ സ്ക്വാഡ് ഗെയിം. നമ്മുടെ ഡിസ്നിയിൽ വന്നിട്ടുള്ള അതിൻ്റെ ബേസിൽ ഒരു ബിഗ് ബോസിൻ്റെ ബേസിലാണ് അതിലൊരു ഗെയിം വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾക്ക് ഒരു ഗെയിം ഉണ്ട് എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഇതിൻ്റെ ക്യാപ്റ്റനായിട്ട് ദീപക്കും റാണവും ആയിരിക്കും. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ സ്റ്റാർട്ടും എൻഡും അതേപോലെ എലിമിനേഷൻ സോണും ഉണ്ടാവും. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 4 പേര് നമ്മുടെ മെയിൻ ഡോർ വഴി എൻട്രി ആവുന്നുണ്ട് കേട്ടോ. അവർ വന്നിട്ട് കുറച്ച് പേര് പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ടിലും ഗാർഡൻ ഏരിയ പ്ലാസ്മ ടി വി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലിങ്ങനെ നമ്മുടെ എല്ലാം കാല് കെട്ടി ഈ ബാക്കി 10 പേരുടെ കാല് കെട്ടിയിട്ടുണ്ട്. കയ്യിൽ ഒരു ചെറിയ മറ്റേ ടേബിളില്ലേ, ആ ടേബിളിൻ്റെ മണ്ടയ്ക്ക് ഒരു ബോളും ഉണ്ടാവും. അപ്പം പ്ലാസ്മ ടി വിയിൽ ഇങ്ങനെ പാട്ടിടും. അതായത് ആ സ്ക്വാഡ് ഗെയിമിൻ്റെ ഒരു പാട്ടിടുമ്പോൾ നമ്മൾ പെയ്യെ ചലിക്കണം. ആ പാട്ട് നിൽക്കുമ്പോൾ നിൽക്കണം. ആ പൊസിഷൻ അനങ്ങുക പോലെ ചെയ്യരുത്. അങ്ങനെ പിന്നെ പാട്ട് കേൾക്കുമ്പോൾ അനങ്ങണം. അങ്ങനെ എൻഡ് വരെ എത്തണം എന്നാണ് ഗെയിം. പവിത്രയും അതേപോലെ ജെഫ്രിയും നമ്മുടെ സൗന്ദര്യം എലിമിനേറ്റഡ് ആവുകയാണ്. ബാക്കി എല്ലാവരും ജയിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്, ഹാമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിജയ് സേതുപതി സാറ് കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടാസ്ക് ലെറ്റർ എല്ലാവരും ഈ ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷ ഓടി വരില്ല. അപ്പോൾ നമ്മുടെ ജാക്കും സൗന്ദര്യം വന്നപ്പം ദീപക്ക് പറഞ്ഞ് എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സൗന്ദര്യം ഞാൻ ടാസ്ക് ലെറ്റർ വായിക്കാമെന്നാ, ഞാൻ വായിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അതിനകത്ത് ദീപക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ നീ വായിക്കുന്നത്, എന്നാൽ ശരി നീ അങ്ങോട്ട് വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ആ ചൂടാവുന്നത്, ഞാൻ വായിക്കാമെന്നല്ലേ പറഞ്ഞു, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ജാക്ലിൻ പറഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിലൊരു ആർഗ്യുമെൻ്റ് അവിടെ നടക്കുന്നുണ്ട് ദീപക്കും ജാക്ലിനും കൂടെ. അത് കഴിയുമ്പോൾ സൗന്ദര്യം അത് ഏറ്റുപിടിക്കുന്നുണ്ട്. നീ എന്തിനാ ഇത്ര ശബ്ദം ഉണ്ടാക്കി പറയുന്നത്, നീ എന്തിനാ ഇതിനകത്ത് ശബ്ദം ഉണ്ടാക്കി പറയുന്നത്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്, എനിക്ക് അത് പറയുന്നത് ഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നോക്കി വന്നിരുന്നു, അത് എടുക്കാൻ പാടില്ല തന്നെ വന്നിരുന്നു, പിന്നെ എന്നാന്ന് കുഴപ്പമുണ്ടെന്ന് നമ്മുടെ ജാക്ലിൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വിടുതലെ 2 മൂവി പ്ലാസ്മ ടി വിയിലിടുമെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ മൂവി കാണുന്നതായിട്ടാണ് കേട്ടോ ഫ്രൈഡേ കാണിക്കുന്നത്. പിന്നെ സേതുപതി സാറിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ വിടുതലെ 2നെ പറ്റി എല്ലാവരും സംസാരിക്കുന്നത് നല്ല പടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് ഞാനും റിവ്യൂ പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്നുള്ളത്. ഓൾ ഇൻ ഓൾ ഒരു നല്ല പടമായിട്ടാണ് റിവ്യൂ ഒക്കെ കണ്ടുവരുന്നത്. നല്ല ക്യാരക്ടറാണ് കേട്ടോ വിജയ് സേതുപതി സാറിൻ്റെ അതിനകത്ത്. അപ്പം നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് വിചാരിക്കാത്ത തലത്തിൽ കൂടെ പോകുന്നൊരു ഫിലിമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഹൗസ് മേറ്റ്സ് എല്ലാം എങ്ങനെയാണ് മൂവിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീട്ടുകാർ വന്നതിനെ പറ്റി വിജയ് സേതുപതി സാർ ചോദിക്കണം. അപ്പോൾ ദീപക്ക് പറയുന്നുണ്ട് മകനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു പറയുമ്പോൾ സേതുപതി സാർ പറയുന്നുണ്ട് മകനെ നന്നായിട്ടാണ് നിങ്ങൾ വളർത്തിയിരിക്കുന്നത്, നല്ലതായിട്ടാണ് വളർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. റയാനോട് പറയുന്നുണ്ട് എനിക്ക് വീട്ടുകാർ വന്നപ്പോൾ ഞാനിങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയായിരുന്നു, അപ്പോൾ അവരെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞപ്പോൾ സേതുപതി സാർ പറയാണ് നീ എല്ലാ ആഴ്ചയും എൻ്റെ ഇന്ന് ഇങ്ങനെ ഓരോ വഴക്ക് കിട്ടിയെങ്കിലും അത് വെച്ച് ഒതുങ്ങിയിരിക്കില്ല, അതിന് ബെറ്ററായി വരുന്നുണ്ട്, ഇനിയും നന്നായിട്ട് ബെറ്റർ ആവണം എന്ന് പറയുന്നുണ്ട്. മഞ്ചരി വന്നിട്ട് പറയാം എനിക്ക് കൊച്ചിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പോൾ അമ്മയും മകനുമുള്ള ആ റിലേഷൻഷിപ്പ് കാണാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രീതിയിൽ അവൻ കുഞ്ഞായിട്ട് തന്നെ ഇതിനകത്ത് ഇരുന്നു എന്ന് സേതുപതി സാർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പവിത്ര പറയണോ ഇനിയും ഇതേപോലെ തന്നെ ഒരു 100 നാൾ പോകണമെന്നാണ് ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ജെഫ്രിയുടെ വീട്ടുകാർ വന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എൻ്റെ മമ്മി നേരത്തെയൊക്കെ ഇരുന്ന് ചിരിക്കുമെങ്കിലും അതിൽ സങ്കടമാണ്, ഫുൾഫീൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ
ഈ പ്രാവശ്യം വന്നപ്പോൾ അത് നിറഞ്ഞ ശരിയായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയണം അമ്മ പറയുന്നത് ശരിക്കും കേട്ട് അത് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാലും ജീവിതം നന്നാവൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ജാക്ലിൻ പറയുന്നുണ്ട് വീടിന് പ്രശ്നം അങ്ങനെ, അതായത് ഞാനിവിടെ നിൽക്കുന്നത് വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമേ ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാന്ന് നീ അറിഞ്ഞല്ലോ, അത് തന്നെയാണ് കാര്യം, ഒരു പ്രശ്നമില്ല, നീ മുന്നോട്ട് തന്നെ കളിച്ചു പോകും എന്ന് ജാക്ലിനോട് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അരുൺ പറയുന്നുണ്ട് ഫാദറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അതങ്ങനെ തന്നെ വേണം എന്ന് സെദ്വൽ സാർ പറയുന്നുണ്ട്. വിശാൽ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ചെല്ലത്തോടെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, നമ്മൾ കുഞ്ഞിലെയൊക്കെ വിളിക്കത്തില്ല അതേപോലെ, അപ്പോൾ ഒറ്റ വിളി തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണെന്ന്. അങ്ങനെ ഞാൻ കൊച്ചു പോലെ ഓടി വരുന്നതാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വിശാൽ എന്ന് പറഞ്ഞാൽ. അൻഷിത പറഞ്ഞ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷം, ഒത്തിരി ഇമോഷൻസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് സെദ്ബൽ സാർ പറയുന്നുണ്ട്. അതിന് ആക്കിയതാണോ അല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുത്തുക്കുമാർ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ സമയങ്ങൾ മറന്നു, അത് കാരണം എനിക്ക് ഇവരെല്ലാം കണ്ടപ്പം എനിക്ക് വീട്ടിൽ ജീവിക്കണം, ബിഗ് ബോസ് വന്നാണ് വീടായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുണ്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുണ്ടായാലോ അത് തന്നെയാണ് വേണ്ടത്. നിൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കൊച്ചു അറിവാളിയാണ്, അതല്ലേ ഏറ്റവും വലുതെന്ന് സെദ്ബൽ സാർ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ സൗന്ദര്യം പറഞ്ഞ് അച്ഛനും അമ്മയും നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത് സൗന്ദര്യയെ, അവർ നന്നായിട്ടാണ് സൗന്ദര്യം നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം പറഞ്ഞാൽ എൻ്റെ ഫാൻസിനൊക്കെ വേദനിച്ച് കാണിച്ചതാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചമ്മലോടെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അന്ന് സാരമില്ല, ഈ ഒരാഴ്ചയില്ല, അടുത്ത ആഴ്ച ഗെയിം നന്നായിട്ട് കളിച്ചാൽ അതൊക്കെ മാറിക്കോളൂ എന്ന് സെദ്ബൽ സാർ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഫാമിലി വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിക്കുന്നത്, കാണണം എന്ന് പറയുമ്പോൾ അതെ കാണിച്ചു കൊടുക്കുന്നത്, എല്ലാവരും നല്ല രസമായിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര സുന്ദരിമാരുമായിട്ട് ഇരിക്കുന്നുണ്ട് സാർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെന്ന് സെദ്ബൽ സാർ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കണം നിങ്ങളുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പം ഇന്ന ആളോട് ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു വിയോജിപ്പ് എന്ന് വിചാരിച്ചിട്ടുണ്ടോ, അല്ല അവർ പറഞ്ഞല്ലാതെ ഇന്ന ആളോട് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആളെ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാക്ലിൻ പറഞ്ഞു വിശാലും സൗന്ദര്യോടെ ആവാം എന്ന് വിചാരിച്ചിരുന്നു. റയാൻ പറഞ്ഞു ജാക്ലിൻ സൗന്ദര്യം ഞാൻ എന്നുള്ള ഒരു ഗാങ്ങിൽ അതിനെപ്പറ്റി സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. ജാക്ലിൻ മുത്തുകുമാറാണ് എനിക്ക് എല്ലാവരും ഡൗട്ടാണ്, എല്ലാവരെ പറ്റി സംസാരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. അതേപോലെ ദീപക് പറയുന്നുണ്ട് ജെഫ്രിയും ജാക്കിനെ പറ്റി അവർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ ജെഫ്രിയുടെ അഭിപ്രായത്തിനുണ്ടായിരുന്നെങ്കിൽ പക്ക ആണെന്ന് പറഞ്ഞു. ജാക്ലിനെ പറ്റി പറഞ്ഞാൽ അത് ഞാൻ ഓർത്തിട്ട് പോലില്ല, എന്നാലും നല്ല കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുത്തുകുമാർ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യറാണ് അവരെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗന്ദര്യയോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ സൗന്ദര്യ സമയം എന്ന് പറഞ്ഞൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്, അതായത് മറ്റേ കഴിഞ്ഞ ദിവസത്തെ കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആ ബുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി സമയൽക്കുറിപ്പുകളൊക്കെ എഴുതണം എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ എലിമിനേഷനാണ് കേട്ടോ. കാരണം ഈ ആഴ്ചയും പോകണം, ചിലപ്പോൾ മേ ബി നാളെ ഒരാൾ പോകും, പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ഒരാൾ പോയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെഫ്രിയാണ് കേട്ടോ എവിക്റ്റഡ് ആയിരിക്കുന്നത്. ജെഫ്രി പിന്നെ എല്ലാവരുടെ ഹൗസ് മേറ്റ്സിനോടൊക്കെ യാത്ര പറഞ്ഞ് 2 മുണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങി സെദ്ബൽ സാറിൻ്റെ അടുക്ക ചെല്ലുന്നുണ്ട്. പിന്നെ വീഡിയോ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹൗസ് മേറ്റ്സിനെ വീണ്ടും കാണുന്നത്, പാട്ട് പാടുന്നുണ്ട്. ജെഫ്രിയോട് പറയുന്നത് അമ്മ പറയുന്നത് കേൾക്കുക, കാരണം ഈ പ്രായത്തിൽ ഞാനും എൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അതിനെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നു. അത് കാരണം അമ്മ പറയുന്നത് കേൾക്ക്, എന്താണ് പറയുന്നത് അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അതേപോലെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ഹൗസ് മേറ്റ്സിനോടൊക്കെ യാത്ര പറഞ്ഞ് ജെഫ്രി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ജെഫ്രി പോകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ പവിത്രയോ റാണവോ ആയിരിക്കാം മേ ബി പോകുന്നത്. ഇനി നാളെ ആരാ പോകുന്നത് നമുക്ക് കണ്ടറിയാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.